വെരി ഗുഡ്. നൈസാണ്, കുഴപ്പമില്ല. നൈസ് നൈസ്. ചിരിക്കാനൊന്നുമില്ല, കുഴപ്പമില്ല. ത്രില്ലിംഗ് ആണ്, കുഴപ്പമില്ല. നൈസാണ്, എല്ലാവരും ആക്ടിങ് നൈസാണ്. അല്ല, അതൊന്നും ഇതിൽ പറയുന്നില്ല. ധ്യാനിൻ്റെ ആ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അഭിനയവും പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് ഈ ഡിക്റ്റേറ്റീവ് സിനിമകളൊന്നും സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും ഇല്ലല്ലോ, എല്ലാം തമാശയല്ലേ. ഇതപ്പം നല്ലൊരു ഡിക്റ്റേറ്റീവ് സിനിമ. അതിൻ്റെ ആ സിനിമാറ്റോഗ്രാഫിയും ഫ്രെയിമിങ്ങും കളർ പാറ്റേണും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ധ്യാനിൻ്റെയും പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കോട്ടയം നസീറിൻ്റെ അച്ഛൻ റോളിലുള്ള ഒരു പക്ഷേങ്കിൽ നല്ല അച്ഛൻ റോളൊക്കെ ഇനി കിട്ടട്ടെ എന്ന് ആശംസിക്കാം. റൈറ്റ്, എവറിബഡി ഈസ് വെരി ഗുഡ്. നല്ല ശരിക്കും ഒരു പോലീസ് റോളിന് പറ്റിയ ഒരാൾ തന്നെ. വലിയ കോമഡിയൊന്നുമില്ല, ജസ്റ്റ് ദ സ്റ്റോറി, നല്ല ഗ്രിപ്പിംഗ് സ്റ്റോറി. റൈറ്റ്. ഈ വീക്കിൽ ഇറങ്ങിയ ധ്യാനിൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ ബ്ലോക്ക് ബസ്റ്റർ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ നല്ലൊരു കഥ, അതായത് ഒട്ടും ബോറില്ല, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമ്മൾ കാണുന്ന ഒരു ഡിറ്റക്റ്റീവ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉള്ളൊരു സിനിമ. യൂണിവേഴ്സിലൊക്കെ ആയിട്ട് കണക്ട് ആയോ? ലാസ്റ്റ് കണ്ടിട്ട് പോകണമെന്നൊക്കെ എഴുതിയിരുന്നു അതിൻ്റെ ആൾക്കാർ. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ബട്ട് യു നോ ഇറ്റ്സ് എ ഗുഡ് മൂവി. നല്ല സിനിമയെന്നല്ലേ പറഞ്ഞു, നമുക്ക് നല്ല സിനിമകളുടെ കുറവല്ലേ, അതുകൊണ്ട് നല്ലൊരു സിനിമ. എങ്ങനെയുണ്ട് കൊള്ളാം, നല്ല വീക്കിലി നമ്മൾ ധ്യാനിൻ്റെ സിനിമ ഓരോന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, എല്ലാം കാണുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട് കണ്ടപ്പോൾ? കൊള്ളാം. ഇത് ഭയങ്കര കൊള്ളാം. എങ്ങനെ ഇതിൽ ചിരിക്കാനൊക്കെ ഉണ്ടോ? ഒരു ഫണ്ണായിട്ടുള്ള മൂവിയാണോ, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള? കൊള്ളാം. സീരിയസ് ആയിട്ടുള്ള ക്രൈം ത്രില്ലറാണ്, പക്ഷേ ഫണ്ണും ഉണ്ട്. ശരിക്കും നമ്മൾ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടേ ധ്യാനം നമ്മളൊരു ആക്ടറായിട്ടല്ല, നമ്മളൊരു ഫിലിമിനെ പോലെയൊക്കെയല്ലേ ഇപ്പോൾ കാണുന്നത്. പുള്ളി കൊള്ളാം. പുള്ളിക്കുള്ള ക്യാരക്ടറാണ് നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കുന്നു. പുള്ളി നൈസായിട്ടുണ്ട്. ബാക്കിയുള്ളവർ എങ്ങനെയുണ്ടല്ലേ? എല്ലാവരും കൊള്ളാം. ഇവിടെ എന്താ പറയാനുള്ള? നല്ല മൂവി, കോമഡി ഒക്കെ ഉണ്ട്. ഉണ്ട്, ആ ഫസ്റ്റ് ഹാഫ് ഉണ്ട്. എങ്ങനെയുണ്ട് പേഴ്സണലി, എങ്ങനെയുണ്ട് ധ്യാനത്തിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വീക്കിലി ധ്യാൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ആണ്. വീക്കിലി ധ്യാൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഈ വീക്കിലി ഇറങ്ങിയത് അയ്യോ അങ്ങനെയല്ല, ഇത് നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല. തമാശയാണോ അതോ ഭയങ്കര? അത്യാവശ്യം കോമഡി ഉണ്ട്, അല്ലാതെ ഭയങ്കര കോമഡി എന്നല്ല, അത്യാവശ്യം കോമഡി ഉണ്ട്. അതായത് ചെറിയൊരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതിനകത്ത് അഭിനയിച്ച എല്ലാവരും സ്കോർ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഈവൻ അല്ല, എല്ലാവരും നല്ല രസമുണ്ട്. അതെ. യൂണിവേഴ്സിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ? ലാസ്റ്റ് എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് അങ്ങനെ അടിപൊളിയാണ്, കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലി ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ഇതൊരു ഫൺ മൂവിയാണോ അത് ഭയങ്കര ഒരു ത്രില്ലിംഗ് മൂവിയാണ്. കോമഡിക്ക് പുറമെ നല്ല ബെറ്റർ ആയിട്ട് ത്രില്ലറിലെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആയതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ സിജു വിൽസൺ നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് അമീൻ ഇൻസ്റ്റയിൽ ആ ഫെയിം അമീനൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത് ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണോ? നമ്മളെല്ലാവരും പുള്ളിയിൽ നിന്ന് ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹ്യൂമറസ് റോളാണ്. അപ്പോൾ അങ്ങനെ ഒരു റോളേ അല്ല തികച്ചും ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സീരിയസ് റോളാണ്. പക്ഷേ പുള്ളി പക്ഷെ പുള്ളി ഇതിനകത്ത് നല്ലോണം എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹ്യൂമറസ് റോളല്ല, അവൻ്റെ അടികപ്പേറെ സ്റ്റൈലിൽ അങ്ങനെ ഒരു ഹ്യൂമറസ് റോളേ അല്ല, സീരിയസ് റോളാണ്. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് പടത്തിൽ. അപ്പോൾ അത് കണ്ടിട്ട് അത് അത്രയ്ക്കും വലിയ ഈ സിനിമയായിട്ട് കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നല്ലതാണ്, ഒരു കൺസെപ്റ്റ് വെക്കുന്നുണ്ട് അവർ മുന്നോട്ട്. എല്ലാവരും കാസ്റ്റ് ഉള്ള എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു നല്ലൊരു ഇതാണ്, കുഴപ്പമില്ല. പേഴ്സണലി എനിക്ക് മൂവി ഇഷ്ടപ്പെട്ട ഒരു 1 ടൈം വാച്ച് മൂവിയാണ്. സെക്കൻഡ് ഹാഫ് ഫുള്ള് സീരിയസ് റോളാണ്. ഫസ്റ്റ് ഹാഫൊക്കെ ചിരിക്കാനാണ്. ത്രില്ലിംഗ് ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇത് ഇല്ല ബ്ലോക്ക് ബസ്റ്റർ അല്ല. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ചേട്ടാ, ക്യാരക്ടർ വൈസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് അവരുടെ റോളെല്ലാം ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിലൊക്കെ ആയിട്ട് കണക്ട് ആയോ? ലാസ്റ്റ് കണക്ട്